ഓം ശ്രീ മൂകാംബികായേ നമഃ. നമസ്കാരം. എല്ലാവർക്കും വേദാവിദ്യഹരിയിലേക്ക് സ്വാഗതം. ചിത്ര നക്ഷത്രം കന്നിക്കൂറിലും തുലാക്കൂറിലും പെട്ട നക്ഷത്രങ്ങളാണ്. ചിത്രയുടെ ആദ്യത്തെ പകുതി കന്നിക്കൂറിലും രണ്ടാമത്തെ പകുതി തുലാക്കൂറിലുമായിട്ട് പെട്ട നക്ഷത്രങ്ങളാണ് ചിത്ര നക്ഷത്രം. ചൊവ്വയാണ് ദശാനാഥ്. ചിത്ര നക്ഷത്രക്കാരെ പൊതുവെ അവരുടെ സ്വഭാവവിശേഷണങ്ങൾ ആർക്കും അങ്ങനെ അധീനതപ്പെട്ട് ജീവിക്കാൻ ഇഷ്ടമില്ലാത്തവരാണ്. അവർക്ക് എന്താണോ തോന്നുന്നത് അതിനെ ചെയ്യാൻ, മറ്റുള്ളവരുടെ നിർദ്ദേശങ്ങൾ കേട്ടാൽ പോലും പിന്തിരിപ്പിക്കാൻ നോക്കിയാൽ പോലും പിന്തിരിയാതെ താൻ ഏർപ്പെട്ട ജോലിയിൽ അത് തന്നെ പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന സ്വഭാവവിശേഷങ്ങൾ ഉണ്ടാവും. പൊതുവെ സ്വന്തം കാര്യത്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നതെങ്കിലും മറ്റുള്ളവരുടെ കാര്യത്തിന് വേണ്ടിയിട്ടും ആത്മാർത്ഥമായിട്ട് ഇടപെടും. എന്നാലും സ്വാർത്ഥത ഉള്ളവർ എന്നായിരിക്കും ഇവരെ പൊതുവെ അറിയപ്പെടുക. എല്ലാവരുടെയും കുറ്റപ്പെടൽ എന്തൊക്കെ ചെയ്താലും അവസാനം ഒരു കുറ്റപ്പെടുത്തലുകൾ ഇവരേക്കേണ്ടി വരും. മറ്റുള്ളവരുടെ കാര്യത്തിന് വേണ്ടി പ്രയത്നിച്ചാലും നിങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രമേ പ്രയത്നിച്ചിട്ടുള്ളൂ, മറ്റുള്ളവർക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല എന്നൊരു പഴി കേൾക്കേണ്ടതായിട്ട് ചിത്ര നക്ഷത്രക്കാർ പൊതുവെ വരാറുണ്ട്. കുടുംബത്തിൽ തന്നെയായാലും ഏറ്റെടുക്കുന്ന പ്രവർത്തനങ്ങളൊക്കെ നല്ല രീതിയിൽ ഏറ്റെടുത്ത് പ്രവർത്തിപ്പിക്കാനൊക്കെ ഒരു പ്രത്യേകം കഴിവുകൾക്കുണ്ടാവും. ഒരു നേതൃത്വ പാഠവും ചിത്ര നക്ഷത്രക്കാരെ സംബന്ധിച്ചുണ്ടാവും. മറ്റുള്ളവരെ കൊണ്ട് ജോലികളൊക്കെ ചെയ്യിപ്പിക്കുക, വീടിൻ്റെ കുടുംബത്തിൻ്റെ കാര്യമായാലും കുടുംബനാഥയായാലും വീടിൻ്റെ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് കൊണ്ടുനടക്കുക, മറ്റുള്ളവരോട് വാശി വെച്ചുകൊണ്ട് പ്രവർത്തിക്കാൻ ഇവർക്ക് ഏറ്റവും വലിയ താഴ്ന്നു കൊടുക്കരുത് എന്നൊരു മനോഭാവം വെച്ച് പുലർത്തുന്നവരായിരിക്കും. കുറച്ച് ഈഗോ ഉള്ളവരും കുറച്ച് ആഡംബര ഭ്രമം കൂടിയവരായിരിക്കും. മറ്റുള്ളവരുടെ മുമ്പിൽ ഞാൻ നല്ല രീതിയിലാണ് എന്ന് കാണിക്കാനുള്ള കുറച്ച് തത്രപ്പാടുകളൊക്കെ ചിത്ര നക്ഷത്രക്കാർ പൊതുവെ കാണിക്കാറുണ്ട്. എന്നാലും പൊതുവെ ഇവരെ വിശ്വസിച്ച് ഒരു കാര്യങ്ങൾ ഏൽപ്പിക്കാൻ കൊള്ളാവുന്നവരാണ്. എന്തെങ്കിലും കാര്യങ്ങൾ ഉത്തരവാദിത്തോടുകൂടി ഏൽപ്പിക്കാനായിട്ട് വിശ്വസിച്ച് ഏൽപ്പിക്കാൻ കൊള്ളാവുന്ന നക്ഷത്രക്കാരാണ് ചിത്തിരക്കാർ. അവര് സ്വന്തം കാര്യത്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നതെങ്കിൽ പോലും ഏൽപ്പിച്ച കാര്യത്തിൽ നിന്ന് അണുവിട ചലിക്കാൻ അവർ തയ്യാറാകില്ല. എന്തെങ്കിലും ഒരു കാര്യം ആർക്കെങ്കിലും കൊടുക്കണം എന്ന് പറഞ്ഞ് ഇവർ ധൈര്യപൂർവ്വം ഏൽപ്പിക്കാം. ആ ഏൽപ്പിച്ച ആൾക്ക് അല്ലാണ്ട് വേറെ ഒരാൾക്ക് ഇവരത് എടുത്ത് മറിക്കാവുന്ന സ്വഭാവം ചിത്ര നക്ഷത്രക്കാർ കാണിക്കില്ല. അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ വിശ്വസിച്ച് ഏൽപ്പിക്കാവുന്നതാണ് ഇവരെ. വിശ്വാസം അമിതമായിട്ടുണ്ടാകില്ല, എന്നാൽ അന്ധവിശ്വാസികളോ ആയിരിക്കില്ല. പൊതുവെ വിശ്വാസികളാണോ എന്ന് ചോദിച്ചാൽ ആയിരിക്കും. എന്നാലും കൂടുതൽ സ്വന്തം കാര്യത്തിന് വഴിപാടുകളൊന്നും അധികം ആശ്രയിക്കാറില്ല. ക്ഷേത്രത്തിൽ പോയി തൊഴുതും പ്രാർത്ഥിക്കും. വഴിപാടുകളിലൂടെ കാര്യം സാധിക്കാന്നുള്ള വിശ്വാസമൊന്നും അധികം ചിത്ര നക്ഷത്രക്കാർ വെച്ച് പുലർത്താറില്ല. എന്നാൽ ഏറ്റവും ഭക്തിയുള്ളവരും വിശ്വാസമുള്ളവരായിരിക്കും തന്നെ. ചിത്ര നക്ഷത്രക്കാരെ സംബന്ധിച്ച് നാഗപ്രീതി ഉള്ളത്, നാഗക്ഷേത്ര ദൈവങ്ങളെയൊക്കെ പ്രാർത്ഥിക്കുന്നത് ചിത്ര നക്ഷത്രക്കാർക്ക് കുറച്ച് ഗുണം ചെയ്യാറുണ്ട്. നക്ഷത്രക്കാരെ സംബന്ധിച്ച് കന്നിക്കൂറുകാർക്ക് പേരിലെ ശനിയും 10ലെ വ്യാഴവുമാണ്. കന്നിക്കൂറുകാർക്ക് കണ്ടകശനിയുണ്ട്. തുലാക്കൂറുകാർക്ക് കണ്ടകശനിയൊക്കെ കഴിഞ്ഞ് 9ലേക്ക് വ്യാഴം വന്നിരിക്കുന്നതായ സമയം. അപ്പോൾ തുലാക്കൂറിൽപ്പെട്ട ചിത്ര നക്ഷത്രക്കാർ, ചിത്രയുടെ പകുതിയിൽ കഴിഞ്ഞിട്ടുള്ള തുലാക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് പൊതുവെ നല്ല സമയം എന്ന് പറയാം. വ്യാഴത്തിന്റെ മാറ്റവും ശനിയുടെ മാറ്റവും ഒക്കെ അവർക്ക് ഗുണഫലത്തെ നൽകും. ചൊവ്വാദശയിലാണ് ജനനം. ചൊവ്വ 7 വയസ്സ് വരെ ഉണ്ടെങ്കിലും പൊതുവെ 3 വയസ്സ് വരെ ആയിട്ട് നമ്മൾ കൂട്ടി ഫലത്തെ സാമാന്യ ഫലമായിട്ട് ചിന്തിക്കാറുണ്ട്. അപ്പം 3 വയസ്സ് വരെ ഏകദേശം ചൊവ്വാദശാകാലം കൂട്ടാം. അതിനുശേഷം ഏകദേശം 20-21 വയസ്സ് വരെ രാഹുർദശാകാലമായിരിക്കും ഇവർക്ക്. ഇപ്പോൾ പ്രധാന വിദ്യാഭ്യാസ സമയത്തൊക്കെ രാഹുർദശാകാലം കയറി വരാറുണ്ട്. അതിനുശേഷം 37 വയസ്സ് വരെ വ്യാഴദശാകാലവും, ശേഷം ശനിദശാകാലം 19 വർഷം, ശേഷം 56 വയസ്സ് വരെ ശനിദശാകാലവും, ശേഷം ബുധദശാകാലവുമാണ് ചിത്ര നക്ഷത്രക്കാർക്ക് അനുഭവപ്പെടുക. പൊതുവെ വിദ്യാഭ്യാസ കാലഘട്ടം ചെയ്യുന്നവർ, അത് 10 വയസ്സിന് ശേഷം 20 വയസ്സ് വരെയുള്ള പ്രധാന വിദ്യാഭ്യാസ കാലഘട്ടമായതിനാൽ, രാഹുർദശാകാലം കൂടി ആയതിനാൽ അവർ വിദ്യയുടെ വിജയത്തിന് വേണ്ടിയിട്ട് രാഹുപ്രീതികരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. പക്കപ്പിറന്നാൾ തോറും 100 പാല് നടത്തുന്നതും സർപ്പക്ഷേത്ര ദർശനം നടത്തുന്നതൊക്കെ ഏറ്റവും നല്ലതായിരിക്കും. അതിനുശേഷം വ്യാഴദശയിലുള്ളവർക്ക് ചിത്ര നക്ഷത്രത്തിൽ വിഷ്ണു പ്രീതികരമായിട്ടുള്ള വഴിപാടുകൾ ചെയ്യുന്നതും നല്ലത്. 21 വയസ്സിന് ശേഷം 37 വയസ്സ് വരെയുള്ള സമയം പൊതുവെ ജീവിതത്തിൽ നേട്ടങ്ങൾ കൈവരിക്കുന്ന സമയമായിരിക്കും ഇവർക്ക്. 37 വയസ്സിന് ശേഷം ശനിദശാകാലം ഇവരെ സംബന്ധിച്ച് കുറേ ജീവിത ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും. കുടുംബജീവിതം നയിക്കുന്നവർക്ക് സാമ്പത്തികപരമായിട്ടുള്ള പരാധീനതകളൊക്കെ വരാനുള്ള സമയമാണ്. വിദേശത്ത് ജോലി ചെയ്യുന്നവർക്കായാലും സ്വദേശത്ത് ജോലി ചെയ്യുന്നവർക്കായാലും സ്വന്തമായിട്ട് ബിസിനസ് ചെയ്യുന്നവർക്കായാലും കുറച്ച് പരാജയങ്ങൾക്കൊക്കെ ശേഷം നല്ല രീതിയിൽ ജീവിതം മെച്ചപ്പെട്ടു വരുന്നതായ ഒരു യോഗം തുലാക്കൂറിൽപ്പെട്ട ചിത്രക്കാർക്ക് ഇപ്പോൾ അനുഭവത്തിൽ വരും. പൊതുവെ ശനിദശാകാലത്ത് എല്ലാ കാര്യത്തിനും ഒരു മടി, അലസ്യത, ക്ഷീണം, ശരീര ക്ഷീണങ്ങളൊക്കെ വരാറുണ്ട്. അതിനെ ഒന്ന് ചിത്ര നക്ഷത്രക്കാർ ശ്രദ്ധിച്ചോളുക. സ്വന്തമായിട്ട് വരുന്ന അസുഖങ്ങളെ വകവയ്ക്കാത്ത രീതിയിലുള്ള സ്വഭാവങ്ങൾ ചിത്രക്കാർക്ക് പൊതുവെ ഉള്ളതുകൊണ്ട് അതിനെ ഒന്ന് മാറ്റാനായിട്ട് ചിത്ര നക്ഷത്രം ജന്മപ്പിറന്നാളായിട്ട് വരുന്നവരും നക്ഷത്രത്തിൽ പിറന്നാളായിട്ട് ചിത്ര നക്ഷത്രത്തിലുള്ളവരും
വ്യാഴാഴ്ച ആയതുകൊണ്ട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര ദർശനം നടത്തുന്ന ഏറ്റവും ഉപകരിക്കും. അതുപോലെ തന്നെ അയ്യപ്പസ്വാമി ക്ഷേത്ര ദർശനം നടത്തി എള്ള് നിവേദ്യം, നീരാഞ്ജനം, എള്ളുകിരി ഇത്യാദി വഴിപാടുകൾ കഴിക്കുന്നത് അവരെ സംബന്ധിച്ച് ഏറ്റവും നല്ല. ചിത്ര നക്ഷത്രത്തിന്റെ ദശാനാഥൻ കുജഗ്രഹം ചൊവ്വായ ആയതിനാൽ നവഗ്രഹ സ്ഥാനത്ത് ചൊവ്വാഗ്രഹത്തിനെ പ്രീതിപ്പെടുത്തുന്ന വഴിപാടുകൾ ചെയ്യുക. വിദ്യാർത്ഥികളായിട്ടുള്ളവർ നാളത്തെ ദിവസം സർപ്പസ്ഥാനത്ത് ദർശനം നടത്തി ദീപം തെളിക്കുന്നത് ഏറ്റവും നല്ലതായിരിക്കും. രാഹുർദശയാണ് വിദ്യാഭ്യാസത്തിന്. അതിനുശേഷം ജോലിക്ക് ശ്രമിക്കുന്നവർ വ്യാഴദശ ആയതുകൊണ്ട് ശ്രീകൃഷ്ണ ഭഗവാന് വഴിപാട് കഴിക്കുക. ശനിദശ അനുഭവിക്കുന്ന 37 വയസ്സിന് മേലിലുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടുകളുള്ളവരൊക്കെ നാളെ അയ്യപ്പസ്വാമിക്ക് പോയി നീരാഞ്ജനം നടത്തുന്നതും അതുപോലെ തന്നെ ദേവീക്ഷേത്രത്തിൽ പോയി ശ്രീസൂക്ത മന്ത്ര പുഷ്പാഞ്ജലി കഴിക്കുന്നതും അവരുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളെ മാറാനായിട്ട് നല്ലതും. വിദേശത്ത് ജോലി ചെയ്യുന്നവരൊക്കെ ക്ഷേത്രത്തിൽ നാട്ടിലേക്ക് വിളിച്ചിട്ട് ക്ഷേത്രത്തിലേക്ക് ഗണപതി ഹവനം കഴിക്കാൻ പറയുന്നത് വിദേശത്തുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറാൻ ഏറ്റവും ഉപകരിക്കും. ചിത്ര നക്ഷത്രത്തിൽ അല്ലാതെ എല്ലാ നക്ഷത്രക്കാരും നാളത്തെ ദിവസം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര ദർശനം നടത്തുന്നതും തുളസിമാല സമർപ്പിക്കുന്നതും തൃക്കൈവെണ്ണ നടത്തുന്നതും ഏറ്റവും നല്ലതായിരിക്കും. നാളത്തെ കർക്കിടക മാസത്തിലെ വ്യാഴാഴ്ച ദിവസം ശ്രീരാമസ്വാമിക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നതും നമ്മുടെ ജീവിതത്തിൽ വരുന്നതായ ക്ലേശങ്ങൾക്കും ദുരിതശമനത്തിനും ഏറ്റവും നല്ലതായിരിക്കും. എല്ലാവർക്കും നല്ലൊരു ദിവസം നാളെ നേർന്നുകൊണ്ട് മൂകാംബികമ്മയുടെ നാമത്തിൽ എല്ലാവർക്കും നമസ്കാരം.